ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സപ്ലയേഴ്സിൻ്റെ സെറ്റിൽമെൻറ്റ്. അത് നമ്മൾ ഡൈനാമിക്കലി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിതിനകത്ത് നോക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഡൈനാമിക്കലി സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കേസുകളിൽ നമുക്ക് ഈ വലിയ കമ്പനികളൊക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വലിയ MNCs അങ്ങനെയല്ലേ, അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ഓഫ് വോളിയൂം ഓഫ് ബിസിനസ് ഉള്ള കമ്പനികളൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെറ്റിൽമെൻറ്റ്സുകളായിരിക്കും വരുന്നത്. അതായത് നമ്മൾ നോർമലായിട്ട് ക്യാഷ് സെറ്റിൽമെൻറ്റ് ഉണ്ടാവും, ചെക്ക് സെറ്റിൽമെൻറ്റുകളുണ്ടാവും, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ടാവും, പിന്നെ നമുക്ക് GRV ഉണ്ടാവും. അതല്ലാതെ ചില കേസുകളിൽ നമ്മളിപ്പോൾ ഷോപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് സപ്ലയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവും. അതായത് ഓപ്പണിംഗ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഇതുണ്ടാവും, പിന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളുണ്ടാവും, അതുപോലെ തന്നെ റിബേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ചില കേസുകളിൽ സപ്ലയേഴ്സ് തന്നെ റെൻറ്റ് നമുക്ക് തരും. അതായത് അവരുടെ പ്രൊഡക്ട്സ് നമ്മുടെ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് നമുക്ക് ഒരു റെൻ്റായിട്ട് അവർ തരും. അപ്പോൾ ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടുകളിലായിരിക്കും നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, ചെറിയ കമ്പനികളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡൈനാമിക്കായിട്ട് പേയ്മെൻറ്റ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒന്നുമില്ല, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ, അതല്ലെങ്കിൽ ചെക്ക്, ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. പിന്നെ GRV, അതായത് നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ 4 ഓപ്ഷൻസ് ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. അല്ലാതെയുള്ള കേസുകളാണ് ഞാനീ പറഞ്ഞ റിബേറ്റ്, ഡിസ്കൗണ്ടുകൾ, സ്പെഷ്യൽ ഡിസ്കൗണ്ട്, ക്രെഡിറ്റ് നോട്ടുകൾ, പിന്നെ റെൻ്റൽ ഇൻകം, ഡിസ്പ്ലേ റെൻ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യുന്നത് നമ്മൾ മാസ്റ്ററിനകത്താണ് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ മാസ്റ്ററിൽ നമ്മൾ പോയിട്ട് അതർ മാസ്റ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സപ്ലയേഴ്സ് പേയ്മെൻറ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, നമ്മളവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു ID ഓട്ടോമാറ്റിക് വരും. നമ്മളത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് സിസ്റ്റം ജനറേറ്റഡ് ID ആണ്. ഇവിടെ നമ്മൾ പേയ്മെൻറ്റിൻ്റെ നെയിം നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പല കൈൻഡ് ഓഫ് പേയ്മെൻറ്റുകളുണ്ട്. അതായത് ക്യാഷ് ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, GRV ഉണ്ട്, അതുപോലെ ലിസ്റ്റിംഗ് ഫീ അഡ്ജസ്റ്റ്മെൻറ്റ്, ഡിസ്പ്ലേ റെൻ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഓപ്പണിംഗ് സപ്പോർട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്, ചെക്ക് സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഇട്ടേക്കുന്ന പേയ്മെൻറ്റ് ടൈപ്പുകൾ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ലിസ്റ്റിംഗ് ഫീ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ സപ്ലയേഴ്സിൻ്റെ ഐറ്റംസ്, ഇപ്പം ഒരു പർട്ടിക്കുലർ സപ്ലയർ അവരുടെ ഐറ്റംസ് നമ്മുടെ ഐറ്റം മാസ്റ്ററിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് അവർ നമുക്കൊരു ഫീസ് തരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അവരോട് ഒരു പേയ്മെൻറ്റ് വാങ്ങിക്കും അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ ഐറ്റം മാസ്റ്ററിൽ ലിസ്റ്റ് ചെയ്യുന്നതിന്. അപ്പോൾ അങ്ങനെയുള്ള എമൗണ്ടുകളെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടുകളിലാണ് നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കതൊരു ഇൻകമാണ്. അതായത് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനകത്ത് നമുക്ക് കുറവ് വരുവാണ്. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസിൽ നിന്ന് അത് കുറയുവാണ്. നമ്മൾ പർച്ചേസ് ചെയ്ത എക്സ്പെൻസിൽ നിന്ന് നമുക്കത് മൈനസായി വരുമ്പോൾ നമുക്കത് ഇൻകമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പേയ്മെൻറ്റ് ടൈപ്പ് നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ക്യാഷ് എന്നുള്ള പേയ്മെൻറ്റ് ടൈപ്പാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് ടൈപ്പ് നമ്മൾ കൊടുക്കുമ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ അക്കൗണ്ടിങ് എൻട്രി ക്രിയേറ്റ് ആകണം. അപ്പോൾ അക്കൗണ്ടിങ് എൻട്രി ക്രിയേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഓരോ പേയ്മെൻറ്റ് ടൈപ്പിനും അത് ഏത് ലെഡ്ജറിലേക്കാണ് ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ആകേണ്ടതെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഒരു 4 കൈൻഡ് ഓഫ് ഫ്ലാഗാണുള്ളത്. അതായത് ഡയറക്റ്റ് ലെഡ്ജർ, ഗ്രൂപ്പ് ലെഡ്ജർ, ലെഡ്ജർ ലിസ്റ്റ്, ചെക്ക്. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ് ലെഡ്ജർ എന്ന് പറയുന്ന കേസാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇപ്പം ഇവിടെ ഒരു പേയ്മെൻറ്റ് ടൈപ്പ് അടിച്ചു. അപ്പോൾ നമ്മൾ ആ പേയ്മെൻറ്റ് ടൈപ്പ് അടിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ലെഡ്ജറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് ഏത് ലെഡ്ജറിലേക്കാണ് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ എൻട്രി പോകേണ്ടതെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഗ്രൂപ്പ് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം ഡയറക്റ്റ് ഒരു ലെഡ്ജർ അല്ല. കാരണം നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏത് ലെഡ്ജറിലേക്കാണ് ഇത് പോസ്റ്റ് ആകേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ലെഡ്ജർ. അതായത് ഉദാഹരണത്തിന് നമുക്കിപ്പം ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പം മെയിൻ ക്യാഷ് ഉണ്ടാവും, പെറ്റി ക്യാഷ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്യാഷ് വിത്ത് അക്കൗണ്ടൻ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഏത് ക്യാഷിൽ നിന്നാണ് ഈ ഒരു സപ്ലയറെ സെറ്റിൽ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു അതായത് ഒരു ഓപ്ഷണൽ ഇതാണ് ലെഡ്ജറാണ് അവിടെ വരേണ്ടത് നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ഗ്രൂപ്പ് ലെഡ്ജർ സെലക്ട് ചെയ്യണം. അതായത് ക്യാഷ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള എല്ലാ ലെഡ്ജറുകളും ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ കമാൻഡ് കൊടുക്കണം.
അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഗ്രൂപ്പ് ലെഡ്ജർ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. ഗ്രൂപ്പ് ലെഡ്ജർ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഗ്രൂപ്പിനെ ചൂസ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ചാർട്ട് ഓഫ് അക്കൗണ്ടിനകത്ത് ലെഡ്ജറുകൾ വരുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ക്യാഷ് എന്ന് പറയുന്ന പേയ്മെൻറ്റ് ടൈപ്പ് സപ്ലയറുടെ സെറ്റിൽമെൻറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാഷ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ലെഡ്ജറിൽ എത്ര ലെഡ്ജേഴ്സുകളുണ്ടോ അതെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അവിടുന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഡയറക്റ്റ് ലെഡ്ജറാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ഏത് ലെഡ്ജറിലേക്കാണോ ഈ എൻട്രി പോസ്റ്റ് ആകേണ്ടത് നമ്മൾ ആ ലെഡ്ജർ ഡയറക്റ്റ് ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ കേസിൽ നമ്മൾ ഗ്രൂപ്പ് ലെഡ്ജറിൻ്റെ കേസിൽ ഗ്രൂപ്പാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ലെഡ്ജറിൻ്റെ കേസിൽ ഡയറക്റ്റ് ലെഡ്ജറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞത് നമുക്ക് ലെഡ്ജർ ലിസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ലെഡ്ജറും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു ഡയറക്റ്റ് ഒരു ലെഡ്ജറും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ആ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കും ഏത് ലെഡ്ജറിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അതായത് ആ എൻട്രി അടിക്കുന്ന ആൾ തീരുമാനിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെഡ്ജർ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് ടൈപ്പ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിനാൻഷ്യലിലുള്ള എല്ലാ ചാർട്ട് ഓഫ് അക്കൗണ്ടും ലിസ്റ്റ് ചെയ്ത് വരും. അതിനകത്തും നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. ഇനി ലെഡ്ജർ ലിസ്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളിവിടെ ഒരു സെലക്ഷനോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നാലാമത്തെ കേസാണ് ചെക്ക്. ചെക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളിവിടെ ചെക്ക് എന്ന് പറഞ്ഞ പേയ്മെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഓപ്ഷൻ മാത്രം സെറ്റ് ചെയ്യുക. ചെക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും ചെയ്ത ശേഷം നമ്മൾ സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഏതൊക്കെ ലെഡ്ജറിലേക്കാണോ നമ്മൾ ഡയറക്റ്റ് ലെഡ്ജറാണ് നമ്മൾ ചില പേയ്മെൻറ്റ് ടൈപ്പുകൾക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഫിനാൻഷ്യലി പോയിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ ആ ലെഡ്ജറുകൾ നമ്മൾ ആദ്യമേ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരേണ്ടത്, ഏത് ലെഡ്ജർ നെയിമാണ് കൊടുക്കേണ്ടത്, അതെല്ലാം നമ്മൾ ആദ്യമേ തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഈ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിംഗ് ഫീ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കേസ് എടുക്കാം. അപ്പോൾ അത് നമ്മൾ കൊടുത്തേക്കുന്നത് ഡയറക്റ്റ് ലെഡ്ജറാണ്. അപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റിംഗ് ഫീ ഫ്രം സപ്ലയേഴ്സ് എന്ന് പറഞ്ഞൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലെഡ്ജറിൻ്റെ നമ്പർ 50504 ആണ്. അപ്പോൾ അത് എവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻകമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളത് ലിസ്റ്റിംഗ് ഫീ ഫ്രം സപ്ലയേഴ്സ്, ഓക്കെ, അത് നമ്മുടെ ഡയറക്റ്റ് ഇൻകമായിട്ടാണ് നമ്മൾ കണക്കാക്കിയേക്കുന്നത്. നമ്മുടെ ഇൻകത്തിൻ്റെ അണ്ടറിൽ ഇത് വരും. അതായത് അതർ ഇൻകം എന്ന് പറയുന്നൊരു ഗ്രൂപ്പിനകത്തായിരിക്കും നമ്മൾ പി&എൽ അക്കൗണ്ട് എടുക്കുമ്പോൾ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഡയറക്റ്റ് ലെഡ്ജർ ചൂസ് ചെയ്യുന്ന കേസുകളിലുള്ള ലെഡ്ജറുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനകത്ത് അതായത് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാസ്റ്ററി വന്നിട്ട് അതർ മാസ്റ്റേഴ്സിൽ വന്നിട്ട് സപ്ലയർ പേയ്മെൻറ്റ് പാരാമീറ്റേഴ്സിൽ വന്നിട്ട് നമുക്ക് എന്തെല്ലാം പേയ്മെൻറ്റ് ടൈപ്പുകളാണോ ഉള്ളത് അതെല്ലാം 1 by 1 ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ലെഡ്ജർ ലിങ്ക് ഫ്ലാഗ് ചൂസ് ചെയ്യുക. ഡയറക്റ്റ് ലെഡ്ജർ ആണെങ്കിൽ ഡയറക്റ്റ് ലെഡ്ജർ ചൂസ് ചെയ്യുക, ഗ്രൂപ്പ് ലെഡ്ജർ ആണെങ്കിൽ ഗ്രൂപ്പ് ലെഡ്ജർ ചൂസ് ചെയ്യുക. ഇനി ഡയറക്റ്റ് ലെഡ്ജർ ലിസ്റ്റാണ് വരേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇനി ചെക്കിൻ്റെ കേസിൽ ചെക്കെന്ന് മാത്രം സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത ശേഷം നമുക്ക് 1 by 1 ആഡ് ചെയ്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഇത് നമുക്ക് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മുകളിലോട്ട് വരും. ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. സേവ് ചെയ്യണമെങ്കിൽ വീണ്ടും റീസേവ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സപ്ലയേഴ്സിൻ്റെ സെറ്റിൽമെൻറ്റിൽ പോവുക. ഇവിടെ നമ്മൾ സപ്ലയേഴ്സിൻ്റെ പെൻഡിങ് ആയിട്ടുള്ള സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്തു. ഓക്കെ, അവിടെ ഇൻവോയ്സ് വന്നു. ഇനി നമ്മളിപ്പം ഇവിടെ നമുക്ക് അവിടെ ആ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പേയ്മെൻറ്റ് ടൈപ്പുകളെല്ലാം ഇവിടെ വന്നു. ഓക്കെ, ക്യാഷ്, ബാങ്ക് ട്രാൻസ്ഫർ, GRV, ലിസ്റ്റിംഗ് ഫീ അഡ്ജസ്റ്റ്മെൻറ്റ്, ഡിസ്പ്ലേ റെൻ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഓപ്പണിംഗ് സപ്പോർട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്, ചെക്ക്, സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട്. ഇത്രയും പാരാമീറ്ററാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ആ പാരാമീറ്ററുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഉദാഹരണത്തിന് എനിക്കിത് ഈ ഇത്ര ഇൻവോയ്സ് ഉണ്ട്. അതിനകത്ത് എനിക്ക് ലിസ്റ്റിംഗ് ഫീ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് സപ്ലൈയുടെ അടുത്ത് നിന്ന് കിട്ടി. ഓക്കെ, അതായത് അവരുടെ പ്രൊഡക്റ്റ് ഞാൻ നമ്മുടെ ഐറ്റം മാസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉദാഹരണത്തിന് എനിക്കൊരു 200 dirhams എനിക്കവർ ഈ സപ്ലയർ ഈ അൽഗൂർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സപ്ലയർ എനിക്ക് തന്നു. അല്ലെങ്കിൽ അവർ പറഞ്ഞ് ഈ ലിസ്റ്റിംഗ് ഫീ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒരു 200 dirhams ഞങ്ങളുടെ ഇൻവോയ്സിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെയുള്ള കേസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ 200 എന്ന് പറയുന്നത് നമ്മളിവിടെ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഞാൻ 200 എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഞാൻ ഈ ഒരു ഇൻവോയ്സിലേക്ക് അത് അലോക്കേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ലിസ്റ്റിംഗ് ഫീ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പാരാമീറ്ററിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ലെഡ്ജറാണ് സെറ്റ് ചെയ്ത് വെച്ചത്. അതായത് ഈ ഒരു ലെഡ്ജറിലേക്കാണ് ഈ ഒരു എൻട്രി പോസ്റ്റ് ആവേണ്ടത്. ലിസ്റ്റിംഗ് ഫീ ഫ്രം സപ്ലയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻകം ഗ്രൂപ്പിൽ ഇൻകം ലെഡ്ജറായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 200 നമ്മുടെ ഇൻകത്തിലേക്ക് ക്രിയേറ്റ് ആവും. അവരുടെ ഇൻവോയ്സിലേക്ക് ഈ ഒരു 200 അഡ്ജസ്റ്റ് ആവും. ഞാനിത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അക്കൗണ്ടിങ് എൻട്രി നോക്കാം. അക്കൗണ്ടിങ് എൻട്രി പോയി കഴിഞ്ഞാൽ നമുക്കിത് കണ്ടോ, അക്കൗണ്ട്സ് പേയബിൾ, അതായത് സപ്ലയർ അക്കൗണ്ട് മൈനസായി ആ സെയിം എമൗണ്ട് നമ്മുടെ ഇൻകത്തിലേക്ക് വന്നു. ഓക്കെ, ലിസ്റ്റിംഗ് ഫീ ഫ്രം സപ്ലയേഴ്സ് ഇത് നമ്മുടെ ഇൻകം അക്കൗണ്ടാണ്. നമ്മുടെ ഇൻകത്തിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് വന്നു. നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് നമ്മുടെ ലയബിലിറ്റിയിൽ നിന്ന് 200 കുറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഇത്രയും വേറെ ഇൻവോയ്സ് ഉണ്ട്. ഇനി നമുക്കിതിനകത്ത് അവർ ഒരു ഡിസ്പ്ലേ റെൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമുക്കിപ്പം അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് അവർ ഒരു റെൻറ്റ് തരുന്നുണ്ടെങ്കിൽ ആ റെൻറ്റ് നമുക്ക് അവരുടെ ഇൻവോയ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതും ഇതേപോലെ തന്നെ നമുക്ക് ഒന്നുമില്ല എമൗണ്ട് ആയിട്ട് നമുക്കിവിടെ അടിക്കാം. അല്ലെങ്കിൽ സപ്ലയർ പറയുവാണ് ഇത്ര എമൗണ്ട് ഈ ഒരു ഇൻവോയ്സിലേക്ക്, പർട്ടിക്കുലർ ഇൻവോയ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് ഇവിടെ അടിച്ചു, നമ്മളത് അലൊക്കേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഡിസ്പ്ലേ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ആ ഒരു ലെറ്റർ ഇവിടെ കയറി വന്നു. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ഓപ്പണിംഗ് സപ്പോർട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് GRV ഉണ്ട്. ഓക്കെ, GRV ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കായിരിക്കും അതിൻ്റെ എൻട്രി പോകുന്നത്. ഇനി നമ്മൾ ചെക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെ ബാങ്ക് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാങ്ക് ഇപ്പം നമ്മളിവിടെ ഗ്രൂപ്പാണ് അവിടെ നമ്മൾ പാരാമീറ്ററിൽ ഗ്രൂപ്പ് ലെഡ്ജറാണ് സെലക്ട് ചെയ്തിരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഓൾറെഡി ഉള്ള ബാങ്കുകൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഇനി നമുക്കിപ്പോൾ ഒറ്റ ബാങ്ക് ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഗ്രൂപ്പ് ലെഡ്ജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ലെഡ്ജർ തന്നെ കൊടുക്കാം. എന്നിട്ട് ആ ബാങ്ക് അക്കൗണ്ട് നമുക്കവിടെ കാണിച്ചു കൊടുത്താൽ മതി. ഇനി ഒന്നിൽ കൂടുതൽ ബാങ്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് ചോദിക്കും, ബാങ്ക് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ക്യാഷും നമ്മളുടെ ഡയറക്റ്റ് ലെഡ്ജർ അല്ല ഗ്രൂപ്പ് ലെഡ്ജറാണ് ചൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ അണ്ടറിലുള്ള എല്ലാ ലെഡ്ജറുകളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഏത് ലെഡ്ജറിൽ നിന്നാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുക, നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഒരു കേസ് വിട്ടുപോയി, അതായത് നമ്മളിവിടെ സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നു. ഇതേപോലെ തന്നെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ ലിങ്ക് ചെയ്തേക്കുന്നത്. ഇനി ഇതല്ലാതെ ചില കേസുകൾ വരുന്നുണ്ട്. അതായത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും നമ്മൾ ലെഡ്ജർ ഏത് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മളൊരു പേയ്മെൻറ്റ് ടൈപ്പും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മാസ്റ്ററിൽ പോയി സപ്ലയർ പേയ്മെൻറ്റ് പാരാമീറ്റേഴ്സിൽ പോയിട്ട് ഞാൻ ഡയറക്റ്റ് ലെഡ്ജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചൂസ് ചെയ്തു. അതായത് ഇങ്ങനെയൊരു പേയ്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് ലെഡ്ജർ. അതായത് നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അന്നേരം ചൂസ് ചെയ്യും ഏത് ലെഡ്ജറിലേക്കാണ് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ എഫക്റ്റ് പോകേണ്ടതെന്നുള്ളത്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ലെഡ്ജർ എന്നുള്ളത് കൊടുത്തിട്ട് നമ്മളിവിടെ ലെഡ്ജർ ലിസ്റ്റാണ് കൊടുക്കേണ്ടത്. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു സമയത്തായിരിക്കും ഏത് ലെഡ്ജറിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെഡ്ജർ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഡയറക്റ്റ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ടൈപ്പ് ചൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലെഡ്ജേഴ്സിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഇവിടെ പോപ്പപ്പ് ആയി വരും. അപ്പോൾ ഞാനിവിടെ സേവ് ചെയ്തു. ലെഡ്ജർ ലിസ്റ്റ്, ചെക്ക് അങ്ങനെയുള്ള കേസുകളിൽ നമ്മളിവിടെ പ്രത്യേകിച്ച് നമ്മളിവിടെ ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സപ്ലയർ സെറ്റിൽമെൻറ്റ് എടുത്തു. അൽഗോർക്ക് എടുത്തു. ഞാനിപ്പോൾ ഒരു 600 dirhams ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു ഇൻവോയ്സിലേക്ക്. ഓക്കെ, അത് ഞാൻ ഡയറക്റ്റ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ടൈപ്പാണ് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റ് ലെഡ്ജർ എന്നുള്ള പേയ്മെൻറ്റ് ടൈപ്പ് ചൂസ് ചെയ്തപ്പോഴത്തേക്കും നമ്മളിവിടെ ലെഡ്ജർ ലിസ്റ്റായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ലെഡ്ജറുകളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഏത് ലെഡ്ജറിലേക്കാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ചുമ്മാ ഒരു അക്കൗണ്ട് എടുക്കുവാണ്. ഇത് ശരിക്കും കറക്റ്റ് അക്കൗണ്ട് അല്ല,
ഞാൻ ജസ്റ്റ് ഈ ഒരു അക്കൗണ്ട് ചൂസ് ചെയ്തു. ഓക്കെ, ഞാൻ അതിലേക്ക് പോസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ 600 നമ്മുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞു, അതായത് അക്കൗണ്ട്സ് പേബിളിൽ നിന്ന് ആ 600 കുറഞ്ഞു. പിന്നെ 600 നമ്മൾ ഏത് അക്കൗണ്ടാണ് ചൂസ് ചെയ്തത് ആ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഫിനാൻഷ്യലിനകത്ത് നമ്മൾ ഡേ ബുക്കിൽ പോയി കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇത് നമ്മുടെ എക്സ്പെൻസിൽ, ഞാൻ വെറുതെ എക്സ്പെൻസ് അക്കൗണ്ടാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്, അതുകൊണ്ട് നമ്മുടെ എക്സ്പെൻസിലേക്കാണ് അത് വന്നു നിൽക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഫിനാൻഷ്യലി പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഉണ്ട് ഇൻകം സൈഡിൽ ലിസ്റ്റിംഗ് ഫീ ഫ്രം സപ്ലയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അതർ ഇൻകത്തിൽ ആ 200 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 600 ഞാൻ അടിച്ചത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസിലേക്കാണ് ഞാൻ ലിങ്ക് ചെയ്ത് കൊടുത്തിരുന്നത്, അതുകൊണ്ട് ആ 600 ഇത് എൻ്റെ എക്സ്പെൻസിൻ്റെ സൈഡിൽ കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ സപ്ലയേഴ്സിൻ്റെ ഡൈനാമിക്കലി നമ്മൾ സപ്ലയേഴ്സിനെ നമ്മൾ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് എത്ര പേയ്മെൻറ്റ് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മാസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്ന പേയ്മെൻറ്റ് ടൈപ്പുകളായിരിക്കും നമ്മളിവിടെ സപ്ലയർ സെറ്റിൽമെൻറ്റിനകത്ത് വരുന്നത്.